വെൽക്കം ടു മൈ ചാനൽ ഷൈനോ മേരി മറിയം. ട്രാഫിക് ലൈറ്റ് പച്ചയായിട്ടും മുന്നോട്ട് പോവാൻ മറന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ മുന്നിലൂടെ ഒരാൾ നടന്നുപോയിട്ടും അത് ശ്രദ്ധിക്കാതിരുന്നിട്ടുണ്ടോ? അത്ഭുതകരമെങ്കിലും ഇത് സാധാരണമാണ്. കാരണം നമ്മൾ കാണുന്നതെല്ലാം ബുദ്ധി രജിസ്റ്റർ ചെയ്യുന്നില്ല. ഇതാണ് ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ്. ഇന്ന് ഇതിന്റെ രഹസ്യം അന്വേഷിക്കാം. നമ്മളിൽ പലർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണിത്. തിരക്കിട്ടൊരു മെയിൽ അയച്ചതിനു ശേഷം അതിലെ പേര് തെറ്റാണെന്ന് മനസ്സിലായി. മറ്റൊരു ഉദാഹരണം, ചായയ്ക്ക് പകരം കാപ്പിയിൽ ജ്യൂസ് ഒഴിച്ചുപോയി. നിങ്ങളുടെ തലച്ചോറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് കരുതണ്ട. ഈ അവസ്ഥയ്ക്ക് ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്നാണ് പറയുന്നത്. നമ്മൾക്കൊക്കെ പറ്റുന്ന ചെറിയ അബദ്ധങ്ങളാണിത്. ഉദാഹരണത്തിന്, ടൈപ്പ് ചെയ്യുമ്പോൾ അക്ഷരം മാറിപ്പോവുക, ഇറങ്ങേണ്ട സ്ഥലം ശ്രദ്ധിക്കാതെ വിട്ടുപോവുക, ഭക്ഷണം അടുപ്പത്ത് വെച്ച് മറന്ന് കരിഞ്ഞു പോവുക. ഇതൊക്കെയാണ് കോഗ്നിറ്റീവ് സ്ലിപ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ശ്രദ്ധ മറ്റു കാര്യങ്ങളിലായിരിക്കുമ്പോൾ തലച്ചോർ ഒരു ഓട്ടോ പൈലറ്റ് പോലെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു ഗൊറില്ല പരീക്ഷണമുണ്ട്. അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കുറച്ചാളുകൾ ബാസ്കറ്റ്ബോൾ കളിക്കുമ്പോൾ അതിലൂടെ ഒരു ഗൊറില്ലയുടെ വേഷമിട്ടാൽ നടന്നുപോയി. പന്ത് എത്ര തവണ കൈമാറിയെന്ന് എണ്ണാൻ ശ്രദ്ധിച്ചിരുന്ന ആളുകൾ ആ ഗൊറില്ലയെ കണ്ടില്ല. നമ്മുടെ ശ്രദ്ധ ഒരു ടോർച്ച് ലൈറ്റ് പോലെയാണ്. എവിടെയാണോ നമ്മൾ ശ്രദ്ധ കൊടുക്കുന്നത് അവിടെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മുടെ തലച്ചോറ് ശ്രദ്ധിക്കൂ. നമ്മുടെ തലച്ചോറ് ഒരു സ്മാർട്ട് ഫോൺ പോലെയാണ്. ഒരേ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഫോണിന്റെ റാം നിറഞ്ഞ് അത് പതുക്കെയാവില്ലേ? അതുപോലെയാണ് തലച്ചോറും. ടെൻഷൻ അടിച്ചു അല്ലെങ്കിൽ ശ്രദ്ധയില്ലാതെ പല ജോലികൾ ചെയ്യുമ്പോൾ തലച്ചോറിന്റെ റാം ഫുള്ളാവും. അപ്പം തലച്ചോറ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ അത് തെറ്റിപ്പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ജോലിയെക്കുറിച്ച് ആലോചിച്ച് വണ്ടി ഓടിക്കുമ്പോൾ ഇറങ്ങേണ്ട വഴി അറിയാതെ പോകുന്നത്, അല്ലെങ്കിൽ പലതവണ വായിച്ചിട്ടും ഒരു ടൈപ്പിംഗ് തെറ്റ് കാണാതെ പോകുന്നത്. ഇത് നിങ്ങളുടെ കാഴ്ചക്കുറവ് കൊണ്ടല്ല, മറിച്ച് തലച്ചോറ് വിവരങ്ങളെ എങ്ങനെ വേർതിരിച്ചെടുക്കുന്നു എന്നതിന്റെ പ്രശ്നമാണ്. നമ്മുടെ കണ്ണുകളെല്ലാം കാണുന്നുണ്ടാവാം, പക്ഷെ തലച്ചോറ് എല്ലാത്തിനും പ്രാധാന്യം നൽകുന്നില്ല. മാനസികമായി നമ്മൾ തയ്യാറെടുക്കാത്ത പല കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ പെടാതെ പോകുന്നു. മനഃശാസ്ത്രജ്ഞർ ഇതിനെ ഇൻഅറ്റൻഷണൽ ബ്ലൈൻഡ്നെസ് എന്ന് വിളിക്കുന്നു. നമ്മുടെ തലച്ചോറ് പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അറിയുന്നതും ശ്രദ്ധിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്ന് ഒരു ഉപയോക്താവ് വളരെ ലളിതമായി ഒരിക്കൽ പറഞ്ഞു. അങ്ങനെയെങ്കിൽ എങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ കഴിയും? പതിയെ ചെയ്യുക. തിരക്ക് കൂട്ടി ഒരു ജോലി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഒരു 5 സെക്കൻഡ് നിർത്തുന്നത് ആ നിമിഷത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്താൻ നിങ്ങളെ സഹായിക്കും. 2. വലിയ ജോലികൾ ചെറിയ ഭാഗങ്ങളായി തിരിക്കുക. ഒരു വലിയ ടാസ്ക് ഒറ്റയടിക്ക് തീർക്കാൻ ശ്രമിക്കുന്നതിന് പകരം ചെറിയ ഭാഗങ്ങളായി അത് ചെയ്യുക. ഉദാഹരണത്തിന്, ഒരു പുസ്തകത്തിലെ ഒരു പേജ് മാത്രം പ്രൂഫ് റീഡ് ചെയ്യുക. 3. ചുറ്റുപാടുകൾ മാറ്റുക. പുതിയൊരു ഫോണ്ടിൽ വായിച്ചു നോക്കുകയോ അല്ലെങ്കിൽ വായിക്കുന്നത് ഉറക്കെ പറഞ്ഞു നോക്കുകയോ ചെയ്യുന്നത് ശ്രദ്ധ തിരികെ കൊണ്ടുവരാൻ സഹായിക്കും. 4. തലച്ചോറിന് വിശ്രമം നൽകുക. തുടർച്ചയായ ജോലി തലച്ചോറിനെ ക്ഷീണിപ്പിക്കും. അതുകൊണ്ട് 5 മിനിറ്റ് ഇടവേള പോലും ശ്രദ്ധ തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കും. ഈ ചെറിയ മാറ്റങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും. ഓർക്കുക, ചിലപ്പോൾ കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നത് സാധാരണമാണ്. അതിനർത്ഥം നിങ്ങൾക്ക് ശ്രദ്ധയില്ലെന്നല്ല. മനുഷ്യരായ നമുക്കത് സംഭവിക്കാം. ഈ പറഞ്ഞ ചെറിയ വഴികളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധ കൂടുതൽ മെച്ചപ്പെടുത്താൻ സാധിക്കും. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഉപകാരപ്പെടുമെങ്കിൽ അവർക്കിത് പങ്കുവയ്ക്കാം.